അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നാളെ നമ്മുടെ യൂത്തിൻ്റെ ആരാധനയാണ്, സൺഡേ. എല്ലാവരും വരണം, നമുക്ക് അടിപൊളിയാക്കണം. ഓക്കെ ഡെൽവിനെ, നല്ല കാര്യങ്ങൾക്ക് വന്ന ശീലം നിനക്ക് പണ്ടേ ഇല്ല. നാളെ പക്ഷെ നീ എന്തായാലും വരണം. ഞായറാഴ്ച എന്ന് പറഞ്ഞു ഒഴികഴിവൊന്നും പറയരുത്. ഓ, നാളെ ഞായറാഴ്ചയാ. കർത്താവ് റെസ്റ്റ് എടുത്ത ദിവസമാണ് നാളെ. ഞാൻ വരില്ല. പിന്നെ പൊന്നു ഡെൽവിന്, ഞായറാഴ്ച ഫുഡ് അടിച്ച് വീട്ടിൽ കിടന്ന് വിശ്രമിക്കേണ്ട ദിവസമല്ല. കുറച്ചു നേരം നീ ഈശോയുടെ അടുത്ത് വന്നിരുന്ന് വിശ്രമിച്ചോ? അയ്യോ, അത് ഇച്ചിരി കൂടിയ വിശ്രമല്ലേ സിസ്റ്ററെ. പറ്റിയ ആളോടെ സിസ്റ്റർ പറഞ്ഞത്. ഇവന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് കാര്യണ്ടാ? പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയുക ആത്മാവേ, എന്നെ ഉണർത്തുക ആത്മാവേ, എന്നെ നയിക്കുക ആത്മാവേ, എന്നെ ഭരിക്കുക ആത്മാവേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ,
സൺഡേ അല്ലേ, നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോവാം. പിന്നെ അതൊന്നും കുഴപ്പമില്ല, എക്സാം ഒന്ന് പോടും. നമ്മളൊക്കെ എന്തോരം എക്സാം കണ്ടതാ. നമ്മളൊക്കെ കട്ടിങ്ങിൻ്റെ ആളല്ലേ, നീ വാ. ആ സെറ്റ് അതൊക്കെയാ നോക്കണം. എടാ നീ ഇറങ്ങിക്കോ, 10 മിനിറ്റ് ഞാൻ സൽക്കാരെത്തും. ഓക്കെ, അവന്മാരെയും വിളിച്ചോ. എടാ കോപ്പി ഒന്നും പാടാ. ആടാനും പാടാനും പറയാനും പറക്കാനും ഒരുപാട് കാരണങ്ങളുണ്ടെന്നേ. ആടാനും പാടാനും പറയാനും പറക്കാനും ഒരുപാട് കാരണങ്ങളുണ്ടെന്നേ. പഠിക്കാനോ പ്രാർത്ഥിക്കാനോ പണിയെന്തേലെടുക്കാനോ ഒരു രസവും ത്രില്ലും ഇല്ലെന്നേ. പഠിക്കാനോ പ്രാർത്ഥിക്കാനോ പണിയെന്തേലെടുക്കാനോ ഒരു രസവും ത്രില്ലും ഇല്ലെന്നേ. ഓ ഹലോ ഹലോ, ആടാ പറഞ്ഞോ. തോള നീ എവിടെയാ? ഞാൻ എന്തേ കുറച്ച് തിരക്കിലാണല്ലോ. ബർത്ത്ഡേ ഗിഫ്റ്റ്? ആ കുറച്ച് ഗിഫ്റ്റ് പർച്ചേസിംഗിന്റെ പ്രിപ്പറേഷൻ പോലെ. ഇപ്പൊ നിനക്ക് എന്റെ ബർത്ത്ഡേ ഒക്കെ അറിയാം അല്ലേ? അപ്പൊ ഈ പ്രാവശ്യം നീ എന്നാ എനിക്ക് സർപ്രൈസ് വെച്ചിരിക്കുന്നേ? ഞാൻ നിനക്കാന്ന് പറഞ്ഞില്ലല്ലോ, കുറച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതിപ്പോ അത് ഞാൻ അറിയാത്ത ഫ്രണ്ട്. അതൊക്കെ ഉണ്ട്, ഒരു സീക്രട്ടാ. ഞാൻ അറിയാത്ത സീക്രട്ടോ? കാണുമ്പോ പറഞ്ഞാ പോരെ. ആ എന്താ നിനക്കിപ്പോ പറഞ്ഞാല്? നീ അങ്ങനെ പറയല്ലേ, പറയുന്നൊന്ന് കേക്ക്. എനിക്കറിയായിരുന്നു നീ പണ്ടേ തല്ലിപ്പുള്ളിയാന്ന്. ഹൈ വെച്ചിട്ട് പോയാ. എന്താടി നിനക്ക് വട്ടായോ? അവളും അവളുടെ ഒരു ഫോണും കുറെ നാളായി. അമ്മ ഒന്നും മിണ്ടായിരിക്കാമ്മ. അപ്പനിങ്ങോട്ട് വരട്ടെ, കാണിച്ചു തരാം. ഇതെന്തോട്ടെ സംഭവം? മോളുടെ കലാവരുതാ. ഇതുവരെയായിട്ട് നീ ഡ്രസ് മാറി കഴിഞ്ഞില്ലേ? ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. പൊന്നാരമുത്ത്, നീ വീണ്ടും നശിപ്പിക്കാനായിട്ട് ഒന്നുമില്ല. ഈ പിശാചിനൊന്ന് നന്നാക്കി തരോ? എന്ത് പറ്റി ഡയന? അവൻ പക്ക ഫ്രോഡാ സിസ്റ്ററെ. അപ്പൻ എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവോ? എനിക്കല്ല എന്റെ വിഷമം അറിയൂ. അതിനിപ്പോ എന്തുണ്ടായേ? ബർത്ത്ഡേക്ക് ഞാൻ കോൾ ചെയ്തു, അവൻ കോൾ എടുത്തില്ല. അവന് വേറെ ആരൊക്കെ ഉണ്ട്. അവൻ പക്ക തല്ലിപ്പൊളിയ സിസ്റ്ററെ. ഏയ് അങ്ങനെ പറയാൻ വരട്ടെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. ഒന്ന് അന്വേഷിച്ചിട്ട് ഫൈനൽ ഡിസിഷനൊക്കെ എടുത്താൽ പോരെ. നമുക്ക് ഉണ്ണീശ്വരുടെ അടുത്തേക്ക് പോവാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കുറച്ചു നേരമൊക്കെ ഇവിടെ കമ്മിറ്റഡ് ആവേണ്ടത് നല്ലതായിരിക്കും. മുറിവേൽക്കപ്പെട്ട ഈശോ അവിടുന്ന് കാരുണ്യവും സ്നേഹവുമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. സ്നേഹം നിറഞ്ഞവരെ ഒരുപാട് സഹനങ്ങളിലൂടെ
പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. പല ബ്രേക്കപ്പും പരിഹരിക്കാൻ സാധിക്കും. ഇവിടെ കുറച്ചേരം ഇരുന്ന് നോക്ക്. വിശു പറയുന്നത് പോലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ. ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ. ഹലോ, ഹലോ. നീ ആ ഡയനോട് പറഞ്ഞേക്കട്ടാ, അവളുടെ ഫ്രണ്ടില്ലേ സോള്, ആ അവൻ കുറച്ച് ഫ്രോഡാണ്. ഞാനിപ്പോൾ അവനൊരു സ്ഥലത്ത് വെച്ച് കണ്ടായിരുന്നു. ആ അവളോട് വെറുതെ പറഞ്ഞേക്ക്. അടി 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 എടാ സൈഡ് സൈഡ് ആര് ഈ സമയത്ത് വിളിക്കണേ? അല്ലെങ്കിൽ വിളിക്കാത്ത ആൾക്കാരാണല്ലോ. ഹലോ, ആ നീയാണോ അനന്യ? എന്താ പരിപാടി? ഹലോ അലനെ, നിന്നെ ഇപ്പൊ ഗ്രൂപ്പിലേക്കൊന്നും കാണാനല്ലോ. എന്താ പരിപാടി? ആ ഐഡി അത് എക്സാമാ, ഫൈനൽ എക്സാം പ്രിപ്പറേഷൻസ് ഇല്ല. ഓ, നീ ഇപ്പൊ ഭയങ്കര പഠിപ്പിച്ചായേക്കാണോ? എന്തുട്ട് പഠിക്കല്, നമ്മളൊക്കെ ജയിക്കാൻ വേണ്ടി പഠിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ ഒരു അത്യാവശ്യ കാര്യം അറിയാൻ വിളിച്ചേ. നീ സത്യം പറയോ? എന്തുട്ടാ നീ ഇപ്പൊ ചോദിക്കി? നിന്റെ ചങ്കിലെ സോള്, അവനെ കുറിച്ച് ഞാൻ ചില സീക്രട്ട് കേട്ടു. അത് സത്യമാണോ? സോളോ സീക്രട്ടോ? ഏയ് നിനക്ക് തോന്നിയതായിരിക്കും. അവൻ ജെന്യൂൻ ആളാ. എടാ, നമ്മുടെ ഡയാനെ അവൻ ചീറ്റ് ചെയ്യും. ഏയ് അവനൊരിക്കലും ഡയനെ ചീറ്റ് ചെയ്യില്ല. നിനക്കിപ്പോ എന്തുട്ടാ അറിയേണ്ടത്? അവൻ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നൊക്കെ സ്കിപ്പ് ചെയ്യണ്ടല്ലോ. അവനെ വേറെ എവിടെയൊക്കെയോ വെച്ച് കണ്ടെന്ന് കേട്ടല്ലോ. ഓ, ആ കാര്യങ്ങളാണ്. അവൻ ചില നന്മ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ആരും അതറിയാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആർക്കും ദോഷമൊന്നുമില്ല. സോ എനിക്ക് നിന്നോടത് പറയാൻ പറ്റില്ല. ഓ, അങ്ങനെയാണോ? എന്നാ ശരിയുടെ അല്ലനെ, നിന്റെ പഠനം നടക്കട്ടെ. ശരിയടി എന്നാ. ഓ ചത്ത. അടി 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 അടി. ഹലോ ഡയാന, യു ആർ സോ ഗ്രേറ്റ് ഡാ. എന്താടി ഒരു തള്ളല്? തള്ളിയതൊന്നല്ല, സത്യ. നിന്റെ ബോയ് ഫ്രണ്ടില്ലേ, അവൻ അടിപൊളിയാ. അവനെ കുറിച്ചൊന്നും എനിക്ക് കേക്കണ്ട. ഞങ്ങൾ ബ്രേക്കപ്പ് ആയി, നീ നിർത്ത്. എന്ത് ബ്രേക്കപ്പോ? ബർത്ത്ഡേക്ക് അടിച്ചു വിളിക്കാനിരുന്നിട്ട് ബർത്ത്ഡേ ബ്രേക്കപ്പോ? ആ അതന്നെ, ഒരു സ്റ്റാർ ഗ്രേറ്റ് മണ്ണാൻ കട്ട. അവന് വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അവന് കുറെ പ്രിയപ്പെട്ടവര്. അവനാരെ സഹായിക്കാൻ നടക്കാം. അതായത് ഞാൻ അറിയാത്ത വേറെ കുറെ പ്രിയപ്പെട്ടവര്. നീ നിർത്ത്. നീ ആരെ കുറിച്ച് ഈ പറയണേ? നിന്റെ ബോയ് ഫ്രണ്ട് സോളിനെ കുറിച്ചോ? ആ അവനെ കുറിച്ച് തന്നെ. നീ വേറെന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയും. എടി, നീ വയലന്റ് ആവല്ലേ. ഞാനൊരു സത്യം അറിഞ്ഞു. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ കേക്ക്. മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന എൻ്റെ ആൻറ്റിയെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ആൻറ്റിയെ കാണാനാണ് ഞാൻ അവിടെ പോയത്. അപ്പോഴാ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിന്റെ സോളിനെ അവിടെ കാണുന്നത്. എന്താ സോൾ അവിടെ? അവൻ അവിടെ ആടുകയും പാടുകയും രസിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഇത് കണ്ട് ഞാൻ ആൻറ്റിയുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ആൻറ്റി പറയുന്നത്, അവൻ ഓരോ കഫേയിലും റെസ്റ്റോറൻറ്റിലുമൊക്കെ വർക്ക് ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് പിള്ളേരെ സഹായിക്കുകയും അവർക്ക് സ്വീറ്റ്സ് ഒക്കെ മേടിച്ചു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ അവൻ എന്നെ കൊണ്ടൊരു പ്രോമിസ് ഏൽപ്പിച്ചു. നിന്റെ ബർത്ത്ഡേക്ക് നീ ഒരുമിച്ച് അവൻ പറയുന്ന ഒരു സ്ഥലത്ത് ചെല്ലണമെന്ന്. ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ഡൈഫ്രൊക്കെ ഉള്ള സ്ഥലമില്ലേ, അവൻ ലൊക്കേഷൻ അയക്കാന്നാ പറഞ്ഞു. നമ്മളെല്ലാവരും ഒരുമിച്ച് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുകയും സ്വീറ്റ്സ് മേടിച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എന്നൊക്കെയാണ് അവൻ്റെ പ്ലാൻ. ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് എവിടെ നിന്ന് കിട്ടുമേടി? നമ്മളൊക്കെ നമ്മുടെ ഫ്രീ ടൈം ഫോൺ കളിച്ചും ചാറ്റ് ചെയ്തും കറങ്ങി നടന്നൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ അവനവൻ്റെ ഫ്രീ ടൈം പാവങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണ്.
നമുക്ക് മാത്രല്ലടി, എല്ലാവർക്കും അവനൊരു ബ്ലെസ്സിങ്ങാ. ഇത് ഞാൻ മാത്രം പറയണതല്ല, അവനറിയുന്ന എല്ലാവരും പറയണതാ. പക്ഷെ നീ ഇതറിയാൻ വൈകിപ്പോയല്ലോ ഡയന. ഇനി നീ പറ, അവൻ ഫ്രോഡാ? ഞങ്ങൾ എല്ലാവരും പോവും. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ വാ. സോൾ നനയും ഏയ് ഞാൻ ചുമ്മാ മായുന്നേ സ്നേഹക്കടലിൽ അലിയുമ്പോ അറിയാതെ പുഞ്ചിരി വിടരുന്നേ നോകളെല്ലാം മറന്നിടും നേരം. സിസ്റ്റർ ആ ഇന്ന് എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. ഇന്നെന്തൊരു പരിപാടി? ഇന്നിനി മഞ്ഞവൽ ബോയ്സ്, അൽസാജ്, കുമ്പളങ്ങി. പിന്നെ അല്ല. പുതിയ ഫിലിമാ? ആ എല്ലാവരും എന്നല്ല എല്ലാവരും ഉണ്ട്. സോളും പോട്ടോ? ഞാൻ ഉണ്ടാവില്ല സിസ്റ്ററെ, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ഞാനും ഇല്ല. ഇല്ല, നീയില്ലേ? എന്തു പറ്റി? ഞാനും നന്നായി. എനിക്കിനി ഒന്ന് ആരാധിക്കണം. പിന്നെ സോളിന്റെ കൂടെ ഓരോ പുണ്യപ്രവൃത്തികളൊക്കെ ഒന്ന് കണ്ട് അറിഞ്ഞിരിക്കാന്ന് കരുതി. ശരി എന്നാ. പോട്ടെ. ബർത്ത്ഡേ ബ്രേക്കപ്പ് ഒക്കെ നീ നൈസായിട്ട് ഒതുക്കി കളഞ്ഞല്ലേ? അതൊക്കെ അത്ര ഉള്ളൂ മുത്തേ. എന്താടാ പറ്റിയ? പെട്രോൾ ഇരുന്നാ? ഏയ് അവലണ്ടൊരു സുഖമില്ല. അവൻ വരാണ്ടിരിക്കണേല് എന്തെങ്കിലും റീസൺ ഉണ്ടാവൂടാ. പോയി നോക്കിയാലോ? ആ പോവാം. വാ. വീണാലും മുറിഞ്ഞാലും എന്തേന്ന് ചോദിക്കാൻ ആരുമില്ലാത്തോരും ജീവിക്കുന്നേ. വീണാലും മുറിഞ്ഞാലും എന്തേന്ന് ചോദിക്കാൻ ആരുമില്ലാത്തോരും ജീവിക്കുന്നേ. ജനിച്ചാലും മരിച്ചാലും ചിരിക്കാനോ കരയാനോ ആരുമില്ലാത്തോരും ജീവിക്കുന്നേ. ജനിച്ചാലും മരിച്ചാലും ചിരിക്കാനോ കരയാനോ ആരുമില്ലാത്തോരും ജീവിക്കുന്നേ.